ഹായ് കൂട്ടുകാരെ, അപ്പോൾ അരിതമെറ്റിക് സീക്വൻസിലെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്ന് ഞാനൊരു കീ നോട്ടാണ് ആദ്യം പറയുന്നത്. എന്ന് വെച്ചാൽ മെയിൻ പോയിൻറ്റ്സ് ഞാൻ കീ നോട്ടായിട്ടാണ് തരാറുള്ളത്. അപ്പോൾ കീ നോട്ടെല്ലാം നോട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ കീ നോട്ട്സ് എല്ലാ പോയിൻറ്റ്സും ഇതുപോലെ കളക്ട് ചെയ്ത് എഴുതി വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പരീക്ഷയുടെ സമയത്ത് ജസ്റ്റ് എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. സോ ക്വിക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ നോട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കീ നോട്ടിലോട്ട് പോകാം. Difference between any two terms in an arithmetic sequence is a multiple of common difference. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം SLC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാനൊരു അരിതമെറ്റിക് സീക്വൻസ് എടുക്കുകയാണ്. 3, 7, 11, 50 അങ്ങനെ പോകുന്നു ഒരു അരിതമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണല്ലോ. 3 സ്റ്റാർട്ട് ചെയ്യുന്നു, 4 കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും, 7ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും, 11ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. സോ കോമൺ ഡിഫറൻസ് 4 ആണ്. സോ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കിട്ടി. എനിക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണെന്ന് കിട്ടി. ഇനി ഇതിലെ 2 ടേമുകൾ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് ടേമും അതുപോലെ തന്നെ ഞാൻ എന്തെടുക്കുകയാണ്? 4ാമത്തെ ടേമും എടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും എടുത്തു. ഓക്കെ, ഈ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കണം. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. ഞാൻ ഫോർത്ത് ടേം എടുക്കുന്നത് എത്ര? 15 ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് ടേം ഞാൻ എന്ത് ചെയ്തു? 3 മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 12 എന്ന് പറയുന്നത്. ഈ 12 എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണ്? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കി നമുക്ക് എങ്ങനെ എഴുതാം? 12 എന്ന് പറയുന്നത് എന്താ? 12 = 4 × 3 അല്ലേ? 12 എന്ന് പറയുന്നത് എന്താണ്? 4 × 3 ആണ്. അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിലെ ഏതൊരെണ്ണം എടുത്താലും അത് കോമൺ ഡിഫറൻസിൻ്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇത് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് എങ്ങനെയാണ് MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിതമെറ്റിക് സീക്വൻസ് വരും. ഇതിൽ കോമൺ ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ 2 ടേമിൻ്റെ ഡിഫറൻസ് ആവാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് തരാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ മതി? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളാന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നീട് തരാം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊരു കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അടുത്തൊരു പോയിന്റ് നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? The last term is subtracted from the first term and divided by common difference and add 1 will get number of terms. അതായത് ഒരെണ്ണത്തിൽ എത്ര ടേംസ് ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു അരിതമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതേ സീക്വൻസ് തന്നെ എടുക്കുകയാണ്. 3, 7, 11, 15. ഓക്കെ, ഇതിലിപ്പോൾ എത്ര ടേം ഉണ്ട്? 4 ടേമാണുള്ളത് അല്ലേ? ഈ 15 എന്ന് പറയുന്നത് എന്താണ്? 4ാമത്തെ ടേമാണ്, അതായത് x4 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, 4 നമുക്ക് ഓൾറെഡി അറിയാം. എങ്കിലും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതായത് n = എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടേം. ഇതിലിപ്പോൾ നമുക്ക് 15 ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, എന്താണോ ലാസ്റ്റ് തന്നിരിക്കുന്നത് അതാണ് ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഞാൻ 15 ലാസ്റ്റ് ടേം ആയിട്ട് എടുത്തു. മൈനസ് ഫസ്റ്റ് ടേം ഏതാ? 3 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4 ആണ്. അതിനോട് കൂടെ എന്ത് കൂട്ടുക? +1. ഈ +1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം? ഇങ്ങനെ നീക്കിയിട്ട് വേണം എഴുതാം. 4 + 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 5 ആയിട്ട് മാറും. സോ അങ്ങനെ എഴുതരുത്, തെറ്റാണ്. സോ ഈ +1 ഒന്ന് കൂട്ടുക എന്നുള്ളത് ലാസ്റ്റ്. അതായത് നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻസാണ്. സോ അതിൽ ഏത് ഇൻക്ലൂഡഡ് ആവില്ല? ഏതെങ്കിലും ഒരു ടേം ഇൻക്ലൂഡ് ആവില്ല. അപ്പോൾ അത് ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ലാസ്റ്റ് എന്ത് ചെയ്യണം? ഒന്നും കൂടെ കൂട്ടണം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേംസ് കിട്ടും. നോക്കിക്കേ, ഇവിടെ 15 - 3 എന്ന് പറയുന്നത് എത്ര? 12 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എന്താണ്? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു. ആ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. +1 അതുപോലെ തന്നെ ഇറക്കി എഴുതി. = 12/4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 3. 3 + 1 = 4 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 4ാമത്തെ ടേം ആണ് ആര് എന്ന് പറയുന്നത്? ഈ 15 എന്ന് പറയുന്നത്. ശരിയല്ലേ? 1, 2, 3, 4 4ാമത്തെ ടേം അല്ലേ? സോ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതായത് 2 നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഓക്കെ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ ഒരു അരിതമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിളിനെ കിട്ടിയ നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ കോമൺ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്തതിൻ്റെ കൂടെ എന്ത് കൂട്ടുക? 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഇതിനൊരു ഫോർമുല ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്, പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ഫോർമുല ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തെങ്കിലും ആ ഫോർമുല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. n ഈസ് ഈക്വൽ ടു xn മൈനസ് x1/d+1. ഓക്കെ, മുമ്പ് ഈ ഫോർമുല പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ ആ ഫോർമുല നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല. എങ്കിലും ഈ ഫോർമുല പഠിച്ചു വെക്കുകയാണെങ്കിൽ സുഖമാണ്. പിന്നെ ഒന്ന് കാണാപ്പാടായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, +1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ലാസ്റ്റ് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, +1 എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഇതിനെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, 3, 7, 11, 15 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ 16 ഒരു ടേം ആണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? നമുക്ക് ഓൾറെഡി അറിയാം 16ാമത്തെ ടേം അല്ല, കാരണം അടുത്ത ടേം എന്താ വരുന്നത്, അതിനോട് കൂടെ 4 കൂട്ടുമ്പോൾ 19 അല്ലേ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ 16 ഓൾറെഡി അത് ടേം അല്ല. 16 ടേം ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഈ 16 ആണോ അല്ലയോ എന്ന് ചോദിച്ച സംഖ്യേനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. ആ നമ്പർ ഓഫ് ടേംസ് കിട്ടുന്നത് എന്താണെന്ന് നോക്കുക, ഞാൻ ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ എന്ത് ചെയ്യണം, 16 നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് വിചാരിക്കണം. ഓക്കെ, സോ 16, അപ്പോൾ n ഈസ് ഈക്വൽ ടു 16 മൈനസ് 3, അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4 + 1 അല്ലേ? 16 മൈനസ് 3 എത്രയാണ്, 13/4 + 1. ഈ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എത്ര കിട്ടും, നമുക്കറിയാം 3.5 3.25 + 1 സംതിങ് കിട്ടും, അതായത് 4.25 എന്നാണ് കിട്ടുന്നത്, അല്ലേ? ഈ 4.25 എന്ന് പറയുന്ന ടേം ഉണ്ടോ? നോക്കിക്ക്, ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം. അത് കഴിഞ്ഞ് പിന്നെ എന്തേ ഉള്ളൂ, അഞ്ചാമത്തെ ടേം ഉള്ളൂ, 4ാമത്തെ ടേം അല്ലെങ്കിൽ 4.25ാമത്തെ ടേം. ഇത് സമയമല്ലല്ലോ നമ്മൾ അങ്ങനെ പറയുന്ന പോലെ. സോ പോയിന്റ് ഉള്ള ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്തല്ല, അതിലത്തെ ഒരു ടേം അല്ല. പോയിന്റ് അല്ലാത്ത സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, അതിലത്തെ ടേം ആയിരിക്കും. നമ്മൾ നേരത്തെ നോക്കി 15 അതിലത്തെ ടേം ആണ്, നമുക്ക് കറക്റ്റ് എന്ത് കിട്ടി, 4 എന്ന് കിട്ടി. 4.5 4.6 അങ്ങനെയാണ് കിട്ടിയത്. അല്ല, കറക്റ്റ് ഒരു ഹോൾ നമ്പറാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ അതെന്തായിരിക്കും, അതിൻ്റെ ടേം ആയിരിക്കും. ഇനി അല്ല എന്നുണ്ടെച്ചെങ്കിൽ എന്തായിരിക്കും, പോയിന്റ് സംഖ്യയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അതെന്തല്ല, അതിലത്തെ ടേം അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. താഴെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Is 101 a term of arithmetic sequence 13, 24, 35? What about 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 13, 24, 35 എന്നിട്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിലത്തെ ഒരു ടേം ആണോ 101 എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതി പോവുമോ? കോമൺ ഡിഫറൻസ് ഇങ്ങനെ കൂട്ടി 101 എത്തുന്നവരെ നോക്കുമോ? ഇല്ല. അതായത് നമ്മൾ ലാസ്റ്റ് ടൈം എന്തായിട്ട് എടുക്കണം, 101 ആയിട്ട് എടുക്കണം. എന്നിട്ട് അതിന് എന്ത് കുറയ്ക്കണം, ഫസ്റ്റ് ടൈം കുറയ്ക്കണം, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, +1 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ടേംസ് കിട്ടും. ഈ നമ്പർ ഓഫ് ടേംസ് പോയിന്റ് അല്ലാത്തൊരു സംഖ്യ ആണെങ്കിൽ ഈ 101 ആദ്യത്തെ ടേം ആണ്. ഇപ്പോൾ പോയിന്റ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു എന്താ 15 കിട്ടിയെന്ന് വിചാരിക്കുക, ആൻസർ 101 വെച്ച് ചെയ്തപ്പോൾ 15 കിട്ടി. ആ 15 കിട്ടിയപ്പോൾ എന്താണ്, ഈ 101 പറയുന്നത് 15ാമത്തെ ടേം ആണെന്ന് അർത്ഥം, അല്ലേ? 101 എന്ന് പറഞ്ഞാൽ 15ാമത്തെ ടേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അത് അതിൽ ഇൻക്ലൂഡ് ആണ്, അല്ലേ? 15.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയെങ്കിലോ, n = 15.5. 15ാമത്തെ ടേം എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ എന്ത് എഴുതി വയ്ക്കുന്നു, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതി വയ്ക്കുകയാണ്. ഓക്കെ, എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ്? 13, 24, 35 എക്സെട്ര. ലാസ്റ്റത്തെ ടേം എന്താണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആദ്യം 101 വെച്ചിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് ശേഷം 1001 ചെയ്യാം. ഓക്കെ, സോ ആദ്യം 101 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വെറുതെ 101 എഴുതി വെച്ചു. അതാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല, എങ്കിലും നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് ഇപ്പോൾ തൽക്കാലം എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഫോർമുല എഴുതിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോർമുല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ലാസ്റ്റ് ടേം ആരാ, 101 മൈനസ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം ഏതാ, 13 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തന്നിട്ടില്ലേ, നമ്മൾ മറ്റേ പോലെ 4d കൂട്ടണം 5d കൂട്ടണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് x2 - x1 ചെയ്താൽ മതി. അതായത് 24 - 13 അല്ലേ? സോ 24 - 13 ചെയ്യുമ്പോൾ 1 കിട്ടും. സോ 11 ആൻസർ കിട്ടും.
ഓക്കെ ആണല്ലോ. സോ ഞാനിവിടെ 11 എന്ന് കൊടുത്തു. +1 ഈ +1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, +1 നീക്കി വേണം എഴുതാൻ വേണ്ടി, എത്രാമത്തെ ടേം എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ. സോ 101 - 13, 101 നിന്ന് എങ്ങനെ കുറച്ചു? 13 കുറച്ചു. 1 നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല. സോ 0 നിന്ന് കടം വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ അടുത്ത് നിന്ന് കടം വാങ്ങിയപ്പോൾ 1 എന്തായി? 0 ആയി. ഈ 0 ഉണ്ടായിരുന്നത് എന്തായി? 10 ആയി. 10 എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചപ്പോൾ ഇത് 9 ആയി, ഇത് 11 ആയി. ഓക്കെ ആണല്ലോ. 11 നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 8 എന്ന് ആൻസർ കിട്ടും. 9 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7 എന്ന് കിട്ടും അല്ലേ. ഓക്കെ. 8 ആണ് കേട്ടോ, സോറി. ഓക്കെ, 88 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ 101 - 13 = 88 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 11 + 1. ഇനി ഈ +1 കൂട്ടിയിട്ട് 89/11 എന്ന് എഴുതുമോ? ഇല്ല, ആദ്യം ഡിവിഷൻ ചെയ്യണം, എന്നിട്ടേ അഡിഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ 88 ഡിവൈഡഡ് ബൈ 11 എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. 8 + 1 = 9 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ 101 എന്ന് പറയുന്നത് എന്താണ്? 9ാമത്തെ സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? 101 അതിൽ ഇൻക്ലൂഡാണ് അല്ലേ. ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് 9ാമത്തെ എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 101 കിട്ടും. സപ്പോസ് ഇപ്പോൾ 9.5 കിട്ടിയെച്ചെങ്കിലോ, അത് അതിലെ ടേം അല്ല. സോ നമ്മൾ എന്ത് എഴുതി വെക്കണം? ഇത് ഇതിലത്തെ ടേമാണ്. 101 ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. ഇനി 1001 കാര്യം നോക്കണ്ടേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 1001 ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കണം. ഞാൻ വീണ്ടും കണ്ടുപിടിക്കുകയാണ്. n = 1001 മൈനസ്, അപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം എപ്പോഴും തന്നെയാണ് 13 തന്നെയാണ്. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസിന് മാറ്റമുണ്ടോ? ഇല്ല, അതും 11 തന്നെയാണ്. +1 അല്ലേ. സോ 1001 - 13 കുറയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടും? 8, 8, 9, 9, 8, 8 എന്ന് കിട്ടും അല്ലേ. = 9, 8, 8 ഡിവൈഡഡ് ബൈ 11 + 1 ആണല്ലോ. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 11 ഡിവൈഡഡ് ബൈ 988. ആദ്യത്തെ 1 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. 1, 8 × 11 88. ബാക്കി എന്ത് കിട്ടും? 0, 1, 10 എന്ന് കിട്ടും. 108. 108 11 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം പോകുമ്പോഴേക്കും 109 ആയി. അപ്പോൾ എത്ര പ്രാവശ്യം പോകുള്ളൂ? 9 പ്രാവശ്യം പോകുള്ളൂ കേട്ടോ. ഓക്കെ, 99. റിമൈൻഡർ എന്തായാലും വരും. അപ്പോൾ എന്ത് വരും? സംഭവിക്കും? പോയിന്റ് സംഖ്യ വരും. റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് ഇട്ട് ചെയ്തിട്ട് ഇത്രാമത്തെ പ്ലേസ് ആണെന്നൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇല്ലേ. ഓക്കെ, ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് ആൻസർ കിട്ടും. 9 11 പോവില്ല. സോ പോയിന്റ് ഇട്ടു. 0 ഇടുമ്പോൾ എന്ത് കിട്ടും? 90. 90 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. സോ 88 എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിമൈൻഡർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടണേ? 89.8 + 1. ഓക്കെ, ഈ +1 ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് ഓൾറെഡി പോയിന്റ് സംഖ്യ കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്തല്ല? ഈ 1001 അതിലെ സീക്വൻസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? സിമ്പിളാണ് സാധനം. ഓക്കെ, ആ ഫോർമുല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഫോർമുല എന്ന് പറയുന്നത് xn - x1/d+1 എന്ന് പറയുന്നതായിരുന്നു ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഫോർമുല ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഏതാണോ നമുക്ക് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട സംഖ്യ, ആ സംഖ്യ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറിൽ നിന്ന് കുറയ്ക്കും. ഓക്കെ, ഫസ്റ്റ് നമ്പർ അതിൽ നിന്ന് കുറച്ചിട്ട് അതിനെന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിനോട് കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രാമത്തെ ടേം ആണെന്ന് കിട്ടും. അതൊരു പോയിന്റ് സംഖ്യ ആണെന്നുണ്ടെങ്കിൽ എന്തല്ല, അരിതമെറ്റിക് സീക്വൻസിൽ ആ ടേം അരിതമെറ്റിക് സീക്വൻസിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. പോയിന്റ് സംഖ്യ അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ ആണല്ലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.